സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയായിരുന്നു വിദേശികൾ കേരള തീരത്തണഞ്ഞത്. ഇവിടെ എത്തിച്ചേർന്ന അവർക്ക് ഒരു കാര്യം മനസ്സിലായി. സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമല്ല, അതിബൃഹത്തായൊരു ജൈവ വൈവിധ്യം തന്നെ ഇവിടെയുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ കൊച്ചിയിൽ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയൻ വാൻ റീഡ് 1656-ൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിൽ ചേർന്ന അദ്ദേഹം 1663-ൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തുരത്തി കൊച്ചി പിടിച്ചെടുത്തപ്പോൾ മലബാർ കൗൺസിലിന്റെ പ്രസിഡന്റായി. 1669-ൽ മലബാറിന്റെ കമാൻഡറും പിന്നീട് കൊച്ചിയിലെ ഡച്ച് ഗവർണറുമായി അദ്ദേഹം. വാൻ റീഡിന്റെ ഇച്ഛാശക്തിയിലാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പ്രസിദ്ധി നേടിയ സസ്യശാസ്ത്ര ഗ്രന്ഥം പ്രസിദ്ധീകൃതമായത്. മലബാറിലെ പൂന്തോട്ടം എന്നാണ് ഈ പേരിന് അർത്ഥം. കേരളത്തിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ച് രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട 2 സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. കാൾ ലിനേയസ് എന്ന ആധുനിക സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. 12 ഭാഗങ്ങളുള്ള വലിയൊരു ഗ്രന്ഥസമാഹാരമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. സസ്യശാസ്ത്ര സമ്പത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ ഗ്രന്ഥമാണിത്. ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിലാണ് ആദ്യമായി മലയാള ലിപി അച്ചടിച്ചു വന്നത്. ഈ ഗ്രന്ഥം പ്രസിദ്ധീകൃതമായത് എന്നാണെന്നോ 1678-ൽ. 12 ഭാഗങ്ങളും അച്ചടിച്ചു തീർന്നത് 1693-ൽ ആണ്. സസ്യശാസ്ത്രജ്ഞൻ അല്ലായിരുന്ന വാൻ റീഡ് ഈ പുസ്തകരചനയ്ക്കായി സഹായം പലരിൽ നിന്നും തേടുകയാണ് ഉണ്ടായത്. അന്നത്തെ കേരളത്തിലെ പ്രമുഖ നാട്ടുവൈദ്യൻ ആയിരുന്ന ഇട്ടി അച്യുതൻ, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക പണ്ഡിറ്റ്, ഫാദർ മത്തേവൂസ് എന്നിവർ ഇവരിൽ പെടുന്നു. സസ്യങ്ങളെക്കുറിച്ചുള്ള വളരെ അപൂർവമായ വിവരങ്ങൾ ഇതിലുണ്ട്. 742 ചെടികളെക്കുറിച്ചുള്ള ആധികാരിക വിവരണങ്ങളും 791 മനോഹര ചിത്രങ്ങളും ഇവയിലുണ്ട്. കൊച്ചി രാജാവായ വീരകേരളവർമ്മയാണ് വാൻ റീഡിനെ ഇട്ടി അച്യുതൻ വൈദ്യരെ പരിചയപ്പെടുത്തിയത്. ചെടികളുടെ രൂപം, ചികിത്സാവിധി, മറ്റു ഉപയോഗങ്ങൾ എന്നിവയെല്ലാം ഇട്ടി വൈദ്യർ നൽകുകയുണ്ടായി. 30 വർഷങ്ങളുടെ കഠിന പ്രയത്നം ഹോർത്തൂസ് മലബാറിക്കൂസിന് പിറകിലുണ്ട്. പച്ചില മരുന്നുകൾ കൊണ്ട് ആരോഗ്യം നിലനിർത്തുന്ന കേരളീയരെ കണ്ടപ്പോഴാണ് ഈയൊരു പ്രയത്നം ആവശ്യമാണ് എന്ന് വാൻ റീഡിന് തോന്നിയത്. ആകെ 1616 പേജുകളാണ് ഈ പുസ്തകത്തിനുള്ളത്. ഏകദേശം 2000-ലേറെ ചികിത്സാവിധികളും ഇതിലുണ്ട്. കാൾ ലിനേയസ് എന്ന ആധുനിക സസ്യശാസ്ത്രത്തിന്റെ പിതാവിന് സ്പീഷീസ് പ്ലാന്റാറം എന്ന ബൃഹത് ഗ്രന്ഥരചനയ്ക്ക് സഹായകമായ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. 3.5 നൂറ്റാണ്ട് പിന്നിട്ട ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പല സസ്യങ്ങളും ഇന്ന് പടിയിറങ്ങിപ്പോയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ മലയാള പരിഭാഷ നടത്തിയ ഡോക്ടർ KS മണിലാൽ എന്ന ഗവേഷകനാണ്. ഹോർത്തൂസ് ഇൻഡിസി മലബാറിസി എന്നാണ് ഈ അപൂർവ പുസ്തകത്തിന്റെ മുഴുവൻ പേര്.